അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉംറ എന്താണ്? അതിൻ്റെ നിയമങ്ങൾ എന്താണ്? എന്തൊക്കെയാണ് അതിൽ പാലിക്കേണ്ടത്? നിർബന്ധമായി ചെയ്യേണ്ടത് എന്താണ്? ഒരു ഉംറയ്ക്ക് പോകുമ്പോൾ നമ്മൾ എന്തെല്ലാം ഒരുങ്ങണം? ഇങ്ങനെയുള്ള വിഷയങ്ങളെ അധികരിച്ച് ഏകദേശം 5 മിനിറ്റ് വീതമുള്ള 3-4 സെക്ഷനായിട്ട് ഈ ക്ലാസ് വളരെ ഹ്രസ്വമായിട്ട് എടുക്കുന്നു. എല്ലാവരും വളരെയധികം ശ്രദ്ധിക്കണം. ഒരുപാട് ആമുഖങ്ങളില്ലാതെ നേരെ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. പരിശുദ്ധ ഉംറ കർമ്മം ഹബീബായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ ഉംറത്തു ഇലൽ ഉംറത്തി കഫാറത്തു ലിമാ ബൈനഹ്മ. ഒരു ഉംറ മുതൽ അടുത്ത ഉംറ വരെയുള്ള ഒരു സമയം എന്ന് പറയുന്നത് എല്ലാ പാപങ്ങളും പൊറുപ്പിക്കാനുള്ള ഒരു ടൈമാണ്. അപ്പോൾ ഉംറ പാപങ്ങളെല്ലാം പുറത്തു തരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല അൽ ഹുജ്ജാജു വൽ ഉമ്മാറു വഫ്ദുല്ല. ഹാജിമാരും ഉംറയ്ക്ക് പോകുന്നവരും അള്ളാഹുവിൻ്റെ സാർത്ഥവാഹക സംഘമാണ്. അവർ ചോദിച്ചാൽ അള്ളാഹു ഉത്തരം കൊടുക്കും, അവരുടെ പ്രാർത്ഥനകൾ അള്ളാഹു സ്വീകരിക്കും. ഇങ്ങനെ തുടങ്ങി ഉംറയ്ക്ക് ധാരാളം മഹത്വം പറയപ്പെട്ടിട്ടുണ്ട്. ഹജ്ജ് പോലെ തന്നെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അനിവാര്യമായ ഘടകമാണ് ഉംറ എന്നുള്ളത്. ഹജ്ജിന് വേണ്ടി പോകുമ്പോൾ ആദ്യമായിട്ടാണ് പോകുന്നതെങ്കിൽ ഉംറ നിർവഹിക്കേണ്ട പല രൂപങ്ങളുണ്ട്. ഇപ്പോൾ അത് ചർച്ചയിൽ കൊണ്ട് നേരെ ഉംറ എന്താണ് എന്നതിനെ സംബന്ധിച്ച് വിശദീകരിക്കുകയാണ്. ഉംറ എന്ന് പറഞ്ഞാൽ ഹ്രസ്വമായ 2 അമലുകൾ ചേർന്നുള്ളതാണ് ഉംറ. ചുരുക്കി പറഞ്ഞാൽ തൊവാഫ് സായി, പരിശുദ്ധമായ കാബാലയത്തിൻ്റെ ചുറ്റും 7 വട്ടം വലയം വയ്ക്കുകയും സഫ മല മുതൽ മർവ മല വരെ ഒന്ന് നടക്കുകയും അങ്ങനെ 7 വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും, സഫ മുതൽ മർവ വരെ 1, മർവ മുതൽ സഫ വരെ 2, ഇങ്ങനെ 7 പ്രാവശ്യം നടക്കുകയും ചെയ്ത് പൂർത്തിയാകുന്നതിനാണ് യഥാർത്ഥത്തിൽ ഉംറ എന്ന് പറയുന്നത്. സാങ്കേതികമായി നമ്മൾക്ക് വേണമെങ്കിൽ 5 ഫർളുകളായിട്ട് ഉംറയെ സങ്കല്പിക്കാം. 1, ഇഹ്റാം അഥവാ ഉംറയിലേക്ക് പ്രവേശിക്കുന്നു എന്ന് നിയത്ത് ചെയ്യൽ. 2ാമത് കാബാലയം തവാഫ് ചെയ്യൽ. 3ാമത് സഫാ മർവക്കിടയിൽ സഈ ചെയ്യൽ. 4ാമത് മുടി നീൽക്കൽ അഥവാ ഈ ഉംറയിൽ നിന്ന് വിരമിക്കൽ. 5ാമത്തേത് വഴിക്ക് വഴി ചെയ്യൽ. ആദ്യം ഇഹ്റാം, പിന്നെ തവാഫ്, പിന്നെ സഈ, പിന്നെ മുടി നീക്കൽ, ഇങ്ങനെ വഴിക്ക് ചെയ്യൽ. ഇങ്ങനെ 5 ഫർളുകളാണ് ഉംറയ്ക്കുള്ളത്. അതിൽ ആദ്യത്തേത് ഇഹ്റാം ചെയ്യലാണ്. എന്താണ് ഇഹ്റാം ചെയ്യൽ? ഇഹ്റാം ചെയ്യൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഇഹ്റാം ചെയ്യുന്നതിന് മുമ്പ് എന്തെല്ലാം നമ്മൾ പ്രിക്കോഷൻസ് എടുക്കണം? ഇഹ്റാം ചെയ്ത് കഴിഞ്ഞാൽ എന്തെല്ലാം പാടില്ലാത്തതുണ്ട്? അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അത് ഇഹ്റാമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് സവിസ്തരം പ്രതിപാദിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉംറ എന്ന് പറഞ്ഞാൽ 2 കർമ്മങ്ങളേ ഉള്ളൂ. ആ 2 കർമ്മങ്ങൾ ഒന്ന് തവാഫാണ്, മറ്റൊന്ന് സഅയാണ്. തവാഫ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധമായ കാബാലയത്തിന് 7 വട്ടം വലയം വെക്കലാണ്. സഅയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധമായ സഫ മുതൽ മർവ വരെ അങ്ങോട്ടും, മർവയിൽ നിന്ന് സഫയിലേക്ക് ഇങ്ങോട്ടും 2, അങ്ങനെ സഫ മുതൽ മർവ വരെ 3, മർവ മുതൽ സഫ വരെ 4, ഇങ്ങനെ 7 പ്രാവശ്യം വലയം വെക്കലാണ് സഅയ് എന്ന് പറയുന്നത്. ഈ തവാഫും സഅയും മാത്രമേ യഥാർത്ഥത്തിൽ ഉംറയിൽ കർമ്മങ്ങളായിട്ടുള്ളൂ. നമ്മൾ അല്ലാതെ എണ്ണുമ്പോൾ ഇഹ്റാം, തവാഫ്, സഅയ്, മുടി നീക്കൽ, വഴിക്ക് വഴി ചെയ്യൽ, ഇങ്ങനെ എണ്ണാമെങ്കിലും യഥാർത്ഥത്തിൽ ഈ തവാഫും സഅയും മാത്രമേ ഉള്ളൂ. പിന്നെ എന്താണ് ഇഹ്റാം എന്ന് പറയുന്നത്? ഇഹ്റാം എന്ന് പറയുന്നത് നമ്മൾ നിസ്കാരത്തിൽ പ്രവേശിക്കുമ്പോൾ നിയത്ത് ചെയ്യും പോലെ ഞാൻ ഉംറ ചെയ്യാൻ വേണ്ടി നിയത്ത് ചെയ്തിരിക്കുന്നു എന്ന് പറയലല്ല, യഥാർത്ഥത്തിൽ കരുതലാണ് ഇഹ്റാം എന്ന് പറയുന്നത്. പിന്നെ മുടി നീക്കൽ എന്ന് പറയുന്നത് അതൊരു ഫർള. മുടി മുറിച്ചാൽ തന്നെ ആ ഉംറയിൽ നിന്ന് വിരാമമായി. ചുരുക്കത്തിൽ തവാഫും സഅയും മാത്രമാണ് ഉംറയിലുള്ളത്. പിന്നെ നമ്മൾ അത് കൃത്യമായിട്ട് പറയാൻ വേണ്ടിയിട്ട് ആദ്യം ഇഹ്റാം എന്ന് പറഞ്ഞാൽ നിയത്ത് ചെയ്യൽ, 2ാമത് തവാഫ്, 3ാമത്തെ സഅയ്, 4ാമത്തെ മുടി നീക്കൽ, പിന്നെ ഈ വഴിക്ക് ചെയ്യൽ. നമ്മൾ ഇങ്ങനെ ചെയ്യാറുള്ളൂ. അപ്പോൾ അതാണ് ഉംറയുടെ ആകത്തുക എന്ന് പറയുന്നത്. ഇനി ഓരോന്നായി വിശദീകരിക്കാൻ നിന്നാൽ ആദ്യം നമ്മൾക്ക് ഇഹ്റാമിനെ സംബന്ധിച്ച് ഏകദേശം ഒരു 5 മിനിറ്റ് സംസാരിക്കാനുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അപ്പോൾ നമ്മൾ പൊതുവായിട്ട് മനസ്സിലാക്കേണ്ടത് ഉംറ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് ഒന്നും പറയാൻ അറിയില്ലെങ്കിലും അയാൾ വായ് മൂടിക്കെട്ടിക്കൊണ്ട് ചെയ്താലും പൂർത്തിയാകുന്ന ഒരു അമലാണ് ഉംറ. ഇപ്പോൾ മുസ്ലിമായ ഒരാൾക്കും ഉംറ ചെയ്യാം, പക്ഷെ നിസ്കരിക്കാൻ അങ്ങനെ സാധ്യമല്ല. കാരണം നിസ്കരിക്കണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഫാത്തിഹ മനപ്പാഠം പഠിച്ചിരിക്കണം, അത്തഹിയാത്ത് പഠിച്ചിരിക്കണം. അതുപോലെ ചൊല്ലൽ നിർബന്ധമായ ചില കാര്യങ്ങൾ നിസ്കാരത്തിലുണ്ട്. പക്ഷേ ഉംറയിൽ ചൊല്ലൽ നിർബന്ധമായിട്ടൊന്നുമില്ല, ആകെ പ്രവർത്തിക്കാൻ മാത്രമേ ഉള്ളൂ.
ആദ്യത്തത് ഇഹ്റാം നിയ്യത്ത് മനസ്സുകൊണ്ട് ചെയ്യുക. രണ്ടാമത്തത് കഅബയുടെ ചുറ്റും പോയിട്ട് 7 വട്ടം വലയം വെക്കുക. മൂന്നാമത്തത് സഫ മുതൽ മറുവ വരെ നടക്കുക, മറുവയിൽ നിന്ന് സഫയിലേക്ക് നടക്കുക, അങ്ങനെ 7 വട്ടം നടക്കുക. എന്നിട്ട് പോയി 3 മുടി നീക്കുക. ഇത് ആർക്കും ചെയ്യാവുന്നതാണ്. ഇതാണ് ഉംറ എന്ന് പറഞ്ഞാൽ. ആകെത്തുക ഇത്രയേ ഉള്ളൂ. ഇനി ബാക്കി വിശദീകരണങ്ങൾ ഇൻഷാ അല്ലാഹ് പുറകെയുള്ള ക്ലിപ്പുകൾക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉംറ അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ നിർവഹിക്കാൻ നമ്മൾക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.